ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ എല്ലാവരും രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. ചോറെടുക്കാനായിട്ട് വരുന്ന ഓരോരുത്തരും പറയുന്നുണ്ട് ചോറ് തീർന്നു പോയി, ഇനി ചോറ് ഇരിപ്പോ ഇല്ല. ജിസേല പറയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് കൊടുത്തയക്കാതിരിക്കത്തില്ല, വെയിറ്റ് ചെയ്യാം. നിവിൻ വന്നിട്ട് ചോറില്ലയോ, ആ കട്ടയായിട്ടുള്ള കട്ട ചോറ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നിവിൻ വീണ്ടും പ്ലേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പം ശൈത്യയാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ശൈത്യ പറഞ്ഞ് കഴിഞ്ഞു, തീർന്നു പോയി എന്ന് പറയുന്നു. അപ്പോൾ സൈഡിൽ കൂടെ നമ്മുടെ നൂറ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ജിഷിൻ ചോദിക്കുന്നുണ്ട് മോര് എവിടെയായിരിക്കുന്നത്, മോര് കാണുന്നില്ലല്ലോ. അപ്പം മോര് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെന്ന് ഇങ്ങനെ പറയുന്നു നൂറ ഒരു പ്ലേറ്റിനകത്ത് ഭക്ഷണവുമായിട്ട് വന്ന് ലിവിങ് റൂമിലേക്ക് വന്ന് അവിടെ ഇരിക്കുകയായിരുന്ന ആദിലേക്ക് ഉരുളകൾ ഉരുട്ടി വായിൽ വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ റന ഫാത്തിമയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ പറ്റി ആദ്യം സംസാരിച്ചു. അതിൻ്റെ തൊട്ട് പുറകെ അവർ പറയുന്നുണ്ട് ഇപ്പോൾ അനിമോൾക്ക് വന്നിട്ട് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. എന്താണെന്നറിയത്തില്ല, അനിമോളോട് എല്ലാവരും മിണ്ടാൻ തുടങ്ങി. മറ്റേതിങ്ങനെ മിണ്ടത്തില്ലായിരുന്നല്ലോ. അപ്പം റന ഫാത്തിമ പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ അവർ സംസാരിക്കുന്നത് അനിമോൾക്ക് പുറത്തുള്ള സപ്പോർട്ട് എന്തുവാണെന്ന് വൈൽഡ് കാർഡ് വന്നത് വഴി ഒട്ടുമിക്ക കണ്ടസ്റ്റൻറ്റുകളും അത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ കണ്ടസ്റ്റൻറ്റുകളും അനിമോളെടുത്ത് സംസാരിക്കുന്നതെന്നാണ് ഇവർ 3 പേരും കൂടി ചേർന്ന് പറയുന്നത്. വീണ്ടും 3 പേരുടെ പറയുകയാണ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് അവൾ മുതലെടുത്തേക്കുന്നത്. അതിനുള്ള അവസരം നമ്മൾ ഇട്ട് കൊടുക്കരുത്. എല്ലാവരും ചെറുതായിട്ടെങ്കിലും എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആരും ഒറ്റപ്പെടുന്നില്ലല്ലോ എന്ന് നൂറ പറയുന്നത്. നൂറയാണ് ഭയങ്കര മൈൻഡ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചെറുതായിട്ടെങ്കിലും എല്ലാവരും മിണ്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരാളും അവിടെ ഒറ്റപ്പെടത്തില്ല. അപ്പം ഒറ്റപ്പെടുന്ന വ്യക്തികൾക്ക് പുറത്ത് നല്ല സപ്പോർട്ടാണെന്ന് ഇവർക്ക് നല്ലതായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ അനിമോളോട് ആരും മിണ്ടാതിരിക്കരുതെന്നുള്ളതാണ് നൂറ പറയുന്നത്. എല്ലാവരും മിണ്ടണം. മിണ്ടി കഴിഞ്ഞാൽ പിന്നെ ഒറ്റപ്പെടുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ സപ്പോർട്ട് ഒരാൾക്ക് മാത്രമായിട്ട് പോകുന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും മിണ്ടണമെന്നാണ് നൂറയുടെ അഭിപ്രായം. റന ഫാത്തിമ പറയുന്നുണ്ട് ജിഷിൻ ചേട്ടൻ പാവമാണെന്ന് തോന്നുന്നു. അപ്പം ആദില പറയുന്നു അത് നിനക്ക് ഇന്നത്തെ സ്റ്റോറി കേട്ടിട്ട് തോന്നുന്നതാ, ഇന്നത്തെ സ്റ്റോറിക്കകത്ത് അങ്ങനെ പറഞ്ഞെങ്കിലും ആളത്ര പാവമൊന്നും അല്ല എന്ന് ആദില പറയുന്നുണ്ട്. അപ്പം റന ഫാത്തിമ പറഞ്ഞ് പാവമല്ലേ? അപ്പം നൂറ പറയുന്നത് പാവമൊന്നുമല്ല, ഇന്നിപ്പോൾ സ്റ്റോറിക്കകത്ത് ഇത്രയും ഇതായിട്ടുള്ള സ്റ്റോറി പറഞ്ഞത് കൊണ്ടുള്ള ഒരു തോന്നൽ മാത്രമല്ല, അത് ആൾ പാവമൊന്നുമല്ല എന്ന് റന ഫാത്തിമയോട് ആദിലയും നൂറയും കൂടി പറയുന്നുണ്ട്. അത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ റന ഫാത്തിമ അതിലോട് പറയുന്നുണ്ട് ആംഗ്യ ഭാഷയാണ് നമുക്കത് കേൾക്കാനും പറ്റത്തില്ല, കാണാൻ പറ്റും. അപ്പോൾ അവർ പറയുന്നു, റന ഫാത്തിമ പറയുന്നു ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് പറയാമോ, ആ ആളെ അത്രയ്ക്ക് അങ്ങോട്ട് എന്ന് വെച്ചാൽ എന്തോ ഒരു സ്വഭാവത്തിനകത്ത് എന്തോ പ്രശ്നമുണ്ട്. ഏതോ ഒരു വ്യക്തിയുടെ ഏതോ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ കാര്യമാണ് റന ഫാത്തിമ ആദിലയോട് പറയാനിരിക്കുന്നത്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, പേഴ്സണലായിട്ട് പറയാം എന്ന് റന ഫാത്തിമ ആദിലയോട് പറഞ്ഞു. അത് ആരെ പറ്റിയാണെന്നുള്ളത് ഇനി ഇച്ചിരി കഴിയുമ്പോൾ ഉള്ള ലൈവിനകത്തൂടെ അറിയാൻ പറ്റത്തുള്ളൂ. ഏതോ ഒരു മെയിൽ കണ്ടസ്റ്റൻറ്റിനെ പറ്റിയുള്ള മോശമായ എന്തോ ഒരു കാര്യമാണ് റന ഫാത്തിമ പറയാനിരിക്കുന്നത് ആദിലയോട്. കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് ആംഗ്യ ഭാഷയിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും ഇനി വരുന്ന വീഡിയോയ്ക്കകത്ത് ഇതിനെപ്പറ്റി തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ഉൾപ്പെടുത്തി ഞാൻ ചെയ്യുന്നതായിരിക്കും. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. തുടർന്നുള്ള ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.